ഒരു ദോശയുടെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശയാണ്. മാവ് പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരച്ച മാവ് നമുക്ക് ഉടനെ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് റവയാണ് വേണ്ടത്. മെയിനായിട്ട് റവയാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പ് റവ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വറക്കാത്ത റവ വേണം നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. പിന്നെ 1/4 കപ്പ് തുവരംപരിപ്പ് വേണം. നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന തുവരംപരിപ്പ്. അതേപോലെ തന്നെ 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ് വേണം. പിന്നെ 1/4 കപ്പ് കടലപ്പരിപ്പ് വേണം. ഇത് മൂന്നും ഒരേ അളവിൽ തന്നെ എടുക്കണം. 3 പരിപ്പും 1/4 കപ്പ് വീതം. അതേപോലെ തന്നെ റവ 1 കപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പരിപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇത് കുതിരാൻ വെക്കണം. പിന്നെ നമുക്ക് അതേപോലെ തന്നെ റവ കഴുകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എടുത്താൽ മതി. ഈ പരിപ്പും അതേപോലെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ കുതിരാൻ വെക്കുക. അപ്പോൾ പരിപ്പ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുതിരാൻ വെക്കണം. അതേപോലെ തന്നെ റവ സെപ്പറേറ്റ് ആയിട്ട് കുതിരാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ ഈ പരിപ്പും റവയും കുതിരാൻ വെച്ചിരുന്നു. ഞാനിത് രാത്രി തന്നെ ഇതേപോലെ കുതിരാൻ വെച്ചതാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് രാവിലെ ഉടനടി ഇത് അരച്ചതിന് ശേഷം ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഡിന്നറിനൊക്കെയാണ് നമ്മളിത് കുതിർക്കുന്നതെങ്കിൽ നമ്മളൊരു 5 മണിക്കൂർ കുതിരാൻ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് രാത്രിത്തെ ഡിന്നറിനും നമുക്ക് ഈ ദോശ തയ്യാറാക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലതുപോലെ റവയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം പരിപ്പെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് വറ്റൽമുളകാണ്. അപ്പോൾ നമുക്കൊരു 2-3 വറ്റൽമുളക് ചേർക്കാം. ഇതിപ്പോൾ എരു കുറഞ്ഞ മുളകായതുകൊണ്ട് ഞാനിപ്പോൾ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പറ്റാവുന്നത്രയും നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് തരിതരിപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിനി അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അതിനായിട്ടല്ല അരച്ചിരിക്കുന്നത്, കുറച്ച് ആ ഒരു തരിതരിപ്പ് കാണും. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന റവ ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. റവ ചേർത്ത് വീണ്ടും ഒരു 2-3 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് സമയത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 3 സെക്കൻഡ് നേരത്തേക്ക് അടിച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മാവ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഉടനെ തന്നെ ദോശ ഉണ്ടാക്കി തുടങ്ങാം. ഈ മാവ് ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് സവാളയും ക്യാരറ്റൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർക്കാം. അതല്ലെങ്കിൽ ഈ മാവ് മാത്രം മതി. ഇത് വെച്ച് തന്നെ ദോശ ഉണ്ടാക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ സോഡാപ്പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഇത് നമ്മൾ പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് 2 സവാള കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മാവിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യാനുസരണം ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുങ്കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സാമ്പാറിലൊക്കെ ചേർക്കുന്ന പൊടിയാണ്. ഇത് നമ്മൾ ചേർക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ഈ പരിപ്പൊക്കെ ചേർത്ത കാരണം വായു ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടിയിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോരുത്, അതേസമയം ഒരുപാട് കട്ടിയാവരുത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. ഈ മാവ് നമ്മൾ പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ നമുക്ക് തേച്ച് കൊടുക്കാം. ഇതൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ പാനിലും നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് കനം കുറച്ച് ഉണ്ടാക്കണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് മാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കാം. ഇതിന് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും.
ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും ഈ ദോശ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊന്നും ഇല്ലാത്തവർക്കും ഇതേപോലെ ഇരുമ്പിൻ്റെ പാനിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ്. അപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് വരട്ടെ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ രണ്ടാമത്തെ ദോശയും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കല്ല് ഒരുപാട് അങ്ങ് ചൂടാണെങ്കിൽ കുറച്ച് അതിൻ്റെ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കാം. അപ്പോൾ ആ ചൂടൊന്ന് കുറഞ്ഞ് കിട്ടും. അതിന് ശേഷം നമുക്ക് സെക്കൻഡ് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ഒരുപാട് കല്ല് ചൂടാകുമ്പോൾ ഈ മാവ് നമ്മൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്ല് ഒരുപാട് ചൂടാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ചട്നിയുടെ കൂടെയൊക്കെ വെച്ച് കഴിക്കാം. തേങ്ങാ ചട്നി ആയാലും കുഴപ്പമില്ല, ഏതാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് കഴിക്കാം. പിന്നെ ഇതുപോലെ സവാളയും ക്യാരറ്റൊക്കെ ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇതൊരു ഉടനടി ദോശയാണ്. അപ്പോൾ രാത്രി തന്നെ ഇങ്ങനെ കുതിർത്ത് വെച്ചാൽ രാവിലെ തന്നെ നമുക്ക് പെട്ടെന്ന് എടുത്ത് അരച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക്